തെരഞ്ഞെടുപ്പ് ഉച്ച കഴിയുമ്പോഴും വോട്ടിംഗ് മന്ദഗതിയിൽ പോകുന്ന കാഴ്ചയാണ് വടകരയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ശതമാനക്കണക്കുകളിൽ ഏതാണ്ട് മുന്നോട്ട് പോകുന്നെങ്കിലും ആളുകൾ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥിതിഗതി വിലയിരുത്തുന്നത്? മുമ്പ് ഒരിക്കലുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഡിലേ ആയിട്ടാണ് ഈ വോട്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽക്ക് നീണ്ട ക്യൂ ആണ്. മിക്ക ബൂത്തുകളിലും ഇതാണ് അവസ്ഥ. പക്ഷേ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി നമ്മൾ വോട്ട് ചെയ്യുമ്പം ഈ സൗണ്ട് വരാൻ ബീപ്പ് സൗണ്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം അതുവരെ ഇതിനകത്ത് നിൽക്കുകയാണ് ഒരു വോട്ട് ചെയ്ത ആൾ. അപ്പം അത്രയും സമയം ഡിലേ ആകുന്നത് കൊണ്ടുകൂടി ആയിരിക്കാം ഈ ഒരു വൈക്കം എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് വോട്ടിംഗ് ശതമാനത്തെ ഇപ്പം ബാധിക്കുന്നുണ്ട്. പലരും തിരിച്ചു പോകുന്നൊരു സാഹചര്യം പോലും ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. വടകര മണ്ഡലത്തിൽ മാത്രമാണോ ഈ വിഷയം എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. എൻ്റെ ബൂത്തിൽ ഇപ്പം നെല്ലാച്ചേരി സ്കൂളിൽ ഞാൻ 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ പോളിംഗ് ഓഫീസർ പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ കുറവാണ് എന്നും അവർ പറഞ്ഞു. അതുകൊണ്ടാണോ ഇനി അറിയില്ല. പക്ഷേ ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ മന്ദഗതിയിലാണുള്ളത്. അത് വളരെ ഗൗരവത്തിൽ കാണണം. ഇത് വളരെ ഒരു ശാസ്ത്രീയമല്ലാത്ത രൂപത്തിലേക്കാണ് ഈ ഒരു വോട്ടിംഗ് ഇപ്പം രീതി നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിപാറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ വോട്ട്, കമ്പാനിയൻ വോട്ട്, ഇതിലൊക്കെ ഒരു ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഓപ്പൺ വോട്ടുകാരൊക്കെ വന്നിട്ട് അതൊന്നും ഒരിക്കലും ഇല്ലാത്തതാ. ഓപ്പൺ വോട്ടുകാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന ഒരു വിഷയമേ ഉണ്ടാകാറില്ല. ഓപ്പൺ വോട്ടുകാരും വന്നിട്ട് ക്യൂ നിൽക്കുന്നു. പലയിടത്ത് ചില സ്ഥലത്ത് ഓപ്പൺ വോട്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഓപ്പൺ വോട്ടിലും ചില അപാകതകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 40 വയസ്സ് 45 വയസ്സായ ആൾക്കാരെയൊക്കെ വോട്ട് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം, ഓപ്പൺ വോട്ട് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം. CPM-ന് സംശയമുള്ള ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യിക്കുക എന്ന ഒരു സ്ഥിതിയിലേക്ക് പല ബൂത്തുകളിലും എത്തുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കണ്ടതാണ്. അതിനനുസരിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക്. അത്തരം വിഷയങ്ങളുമുണ്ട്. കള്ളവോട്ടും വ്യാപകമായിട്ടുണ്ട്. അതും വലിയ പ്രശ്നമാണ്. നേരത്തെ ഉണ്ടാവുന്നതാണ് കള്ളവോട്ട്. ഇപ്പം ഞാൻ വന്ന തൊട്ടപ്പുറത്തെ ഒരു ബൂത്തിൽ പോയ സമയത്ത് ഒരാൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാൾ വോട്ട് ചെയ്തു പോയിട്ടുണ്ട്. യഥാർത്ഥ വോട്ടർ വന്നപ്പോൾ വോട്ടില്ല, വേറൊരാൾ ചെയ്തു പോയി. ഇത് ഈ മണ്ഡലത്തിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ടാവുകയാണ്. ഇതൊക്കെ ഈ വോട്ടിങ്ങിനെ ബാധിക്കും. ഇതൊരു അട്ടിമറിയിലേക്ക് ഇത് പോകുമോ എന്ന് പോലും ഭയപ്പെടുകയാണ്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പൂർണ്ണ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം LDF ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടോ എന്നുള്ള കൂടി ആശങ്ക ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് വളരെ ഹീനമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ വൈകുന്നേരം എൻ്റെയൊക്കെ പേരിലൊരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. തീവ്രവാദികളുമായിട്ട് കൂട്ടുചേർന്നാണ് വോട്ട് പിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതായിട്ട് മനോരമയുടെ ID വെച്ചിട്ടുള്ളത്. അത് വ്യാപകമായിട്ട് ഇപ്പോഴും പ്രചരിക്കുകയാണ്. ഇത്തരത്തിൽ ഏറ്റവും ഹീനമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് വടകരയിൽ നമ്മൾ കണ്ടത്. രാഷ്ട്രീയം പറയാതെ അതിലപ്പുറത്തേക്ക്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നത് നമുക്ക് വടകരയിൽ കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും വോട്ടിംഗ് മന്ദഗതിയിൽ പോകുന്നത് ചില അട്ടിമറിയാണോ അല്ലെങ്കിൽ അട്ടിമറിക്കുള്ള നീക്കമാണോ എന്ന സംശയം പോലും ഉയരുന്നു. കഴിഞ്ഞ തവണ താരതമ്യേന മികച്ച പോളിംഗ് നടന്ന മണ്ഡലമാണ്. പക്ഷേ കോഴിക്കോടെ അപേക്ഷിച്ച് നോക്കിയാലും വടകരയിൽ മാത്രമാണ് ഇത്ര സാവധാനം പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.